നമുക്കൊന്നേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുളക് ബജിയും സുലൈമാനി ആയാലോ. നല്ല ടേസ്റ്റാണ് ഈ മുളക് ബജി കഴിക്കാൻ. ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഞാനിവിടെ 4 മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് മൈദമാവ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഈ മൈദമാവിന് പകരം കടലമാവും എടുക്കാം. മൈദമാവിൽ ബജി തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഞാനിവിടെ ഓരോ മുളകും ഇതുപോലെ 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തുള്ള സീഡൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെയാകുമ്പം ചില മുളകിനൊക്കെ നല്ല എരിവായിരിക്കും. അപ്പം നമുക്ക് ബജി ഉണ്ടാക്കിയാൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാകുമ്പോൾ എരിയൊക്കെ കുറഞ്ഞ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള 1 കപ്പ് മൈദമാവ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 2 നുള്ള് കായത്തിൻ്റെ പൊടി. കായത്തിൻ്റെ പൊടിയൊന്നും കൂടി പോണ്ട, നല്ലൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്താൽ മതി. 2 നുള്ള് ബേക്കിംഗ് സോഡ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. ഒരുപാട് ലൂസാക്കി എടുക്കണ്ട, അല്പം കട്ടിയിൽ കലക്കിയെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബജി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഒരു പാനിലേക്ക് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഓരോ മുളകും നമുക്ക് ഈ മാവിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട് 1-2 മിനിറ്റ് കഴിയുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 1-2 തവണ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. കരിഞ്ഞു പോകരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മുളക് ബജി ഇവിടെ റെഡിയാണ്.